നമസ്കാരം. ഇത് നോമ്പ് കാലമാണ്. നമുക്കറിയാം ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. പല രോഗാവസ്ഥകൾക്ക് മരുന്ന് കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പ്രമേഹ രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നോമ്പ് കാലം ഒരു പ്രത്യേകതകളുള്ളതാണ്. നമുക്കറിയാം നോമ്പ് അതിരാവിലെ അല്ലെ 4 മണിയോട് അടുപ്പിച്ചുള്ള ഒരു ഇടയത്താഴവും അതിനുശേഷം 6 മണിക്ക് ശേഷം ഉള്ള ഒരു ഭക്ഷണം ഇഫ്താറുമാണ് ഇതിന് പതിവുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടസമയം ഏകദേശം ഒരു വലിയൊരു കാലയളവ് ആഹാരവും വെള്ളവും ഇല്ലാതെ പോകുന്ന ഒരു സമയമാണ്. ഇത്തരമുള്ള ഒരു നീണ്ട ഫാസ്റ്റിംഗ് വേളയിൽ പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടാവുന്നതാണ്. ആദ്യം തന്നെ പറയട്ടെ, മതഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് രോഗികൾക്കും യാത്ര ചെയ്യുന്നവർക്കും നോമ്പ് നിർബന്ധമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ ഒന്നിലധികം പ്രശ്നങ്ങളുള്ളവർ, അതായത് പ്രമേഹ രോഗത്തിനോടൊപ്പം ഹൃദ്രോഗമോ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ മറ്റ് വളരെ വീക്കായിട്ടുള്ള ക്ഷീണിതരായിട്ടുള്ള ആൾക്കാർ ഒക്കെ നമ്മൾ നോമ്പ് വേണോ വേണ്ടയോ എന്നുള്ളതൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നോമ്പെടുക്കുന്നതിൽ റിസ്ക് കൂടിയ ഒരു ആൾക്കാരാണ് ഒന്ന് ഗർഭാവസ്ഥയിലെ പ്രമേഹവും അതുപോലെ തന്നെ ടൈപ്പ് 1 പ്രമേഹ രോഗികൾ. ഇൻസുലിൻ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ടൈപ്പ് 1 പ്രമേഹ രോഗികൾ എന്നിവരിൽ നോമ്പ് വളരെ റിസ്ക്കിയാണ്. അല്ലെങ്കിൽ മനസ്സിന് വിഷമമില്ലെങ്കിൽ അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പം നമ്മൾ നോമ്പ് കാലം എടുത്താൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തേത് ആഹാരക്രമം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, അതിരാവിലെ ഭക്ഷണം കഴിക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ സാധാരണ കഴിക്കുന്ന അളവിൽ സാധാരണ കഴിക്കുന്ന കാര്യങ്ങൾ കഴിക്കാൻ വളരെ വിഷമമായിരിക്കും. അപ്പോൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണം മിക്കവാറും ആളുകൾ ഒരുപാട് കഴിക്കാറില്ല. അതിൽ ചെറിയൊരു കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ്, അതായത് ചോറ് അല്ലെങ്കിൽ അപ്പം അല്ലെ പത്തിരി അല്ലെ ഇടിയപ്പം, അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഒരു സംഗതി അതിൽ ഉൾപ്പെടാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം പ്രോട്ടീൻ വകകളും പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ട് ഒരു സന്തുലിതമായ സമീകൃതമായ ഒരു ആഹാരം കഴിക്കുക. അതിനകത്ത് ഒരുപാട് മധുര പാനീയങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പം ഫ്രൂട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ഫ്രൂട്ട് ജ്യൂസസ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ബോട്ടിൽഡ് ഡ്രിങ്ക്സ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അല്ലെങ്കിൽ മധുരം ചേർത്ത പാനീയങ്ങൾ, മറ്റു പാനീയങ്ങൾ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ജലാംശത്തിൻ്റെ കുറവ് പരിഹരിക്കപ്പെടേണ്ടത് കൊണ്ട് ആ സമയത്ത് ധാരാളമായി വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഇത്തരം പാനീയങ്ങൾ നമ്മൾ ഒഴിവാക്കുകയും വേണം. പിന്നെ നമ്മൾ കണ്ടുവരുന്ന നോമ്പ് മുറിക്കുന്ന സമയത്ത്, സന്ധ്യാസമയത്ത് ആണ് കാര്യമായ ഭക്ഷണം കഴിക്കുന്നത് ആളുകൾ. അപ്പോൾ അതിൽ നമുക്കറിയാം, കഴിക്കുമ്പോൾ ഒരുപാട് ഹെവി ആയിട്ട് കഴിച്ചു പോകാറുണ്ട്. അതിൽ നമ്മൾ ഇഫ്താർ വിരുന്നുകൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് വറുത്തതും പൊരിച്ചതും ഒക്കെ ആയിട്ടുള്ള ഹൈ കാലറി, ഒരുപാട് ഊർജം അടങ്ങിയ ഭക്ഷണങ്ങൾ അതിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒക്കെ അത്തരം ഭക്ഷണം ആവാം എന്നുള്ളതല്ലാതെ ദൈനംദിനം അത്തരം ഒരു ഭക്ഷണം നമ്മൾ എടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ഇപ്പോൾ പ്രമേഹ രോഗികൾക്കും അല്ലാത്തവർക്കും എനിക്ക് തോന്നുന്നു 2-3 ഈന്തപ്പഴം കഴിക്കുന്ന ഒരു രീതി ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിന് തെറ്റില്ല, അതിൽ അധികമാവാതിരിക്കുക. വൈകുന്നേരത്തെ ഭക്ഷണം, പ്രത്യേകിച്ചും നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഉണ്ടെങ്കിൽ അതും, അതിൻ്റെ കൂടെ പയർവർഗ്ഗങ്ങൾ, അതിനോടൊപ്പം തന്നെ ഫ്രൂട്ട്സ്, അങ്ങനെ സമീകൃതമായിട്ടുള്ള ഒരാഹാരം വൈകുന്നേരങ്ങളിലും ആകുക. എണ്ണയിൽ വറുത്തതും കരിച്ചതും കഴിവതും ഒഴിവാക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ജലാംശത്തിൻ്റെ കുറവ്, പ്രത്യേകിച്ച് നമുക്കറിയാം ചൂടുകാലമാണ്. സാധാരണ പഴയ കാലങ്ങളിലേക്കാട്ടി ശക്തമായ ചൂടാണ് ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ജലാംശത്തിൻ്റെ കുറവ് പരിഹരിക്കാൻ ഈ ഏതാനും മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. അതിൽ കരിക്കും വെള്ളം അല്ലെ അല്ലാത്ത നാരങ്ങ വെള്ളം, അത്തരം പാനീയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് മധുരം ചേർത്ത പാനീയങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഇനി മരുന്നുകളെ കുറിച്ച് എടുത്താലോ, 3 നേരം മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് 2 ആക്കി കൊടുക്കേണ്ടി വരാറുണ്ട്. പലരും വന്ന് ചോദിക്കാറുണ്ട്, നോമ്പെടുക്കണോ, നോമ്പെടുത്താൽ കുഴപ്പമുണ്ടോ? സത്യത്തിൽ
എനിക്ക് അവരുടെ മതവികാരവും അല്ലെങ്കിൽ ഈശ്വരനോട് കൂടുതൽ അടുക്കാനുള്ള ഒരു വേളയായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ എടുക്കണ്ട എന്ന് പറയാൻ എനിക്ക് മടിയാണ്. എന്നാൽ തന്നെയും ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾ എടുക്കാൻ പറ്റുമെങ്കിൽ അത്തരത്തിൽ ചെയ്യുക എന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. അപ്പോൾ ഈ 2 നേരത്തെ മരുന്നുകളാക്കി നമുക്ക് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആൾക്കാരിലാണെങ്കിൽ നമുക്കറിയാം രാവിലത്തെ ഭക്ഷണം കുറവായിരിക്കും. അതുകൊണ്ട് രാവിലത്തെ ഇൻസുലിൻ്റെ ഡോസ് ഏകദേശം ഒരു 30% നമുക്ക് കുറയ്ക്കേണ്ടതായിട്ട് വരും. വൈകുന്നേരത്തെ ഇൻസുലിൻ ഡോസ് ഒരു പക്ഷേ സെയിം എടുത്തിരുന്ന ഡോസോ അല്ലെങ്കിൽ രാവിലെ കുറച്ച ഇൻസുലിൻ ഡോസ് അത് വൈകിട്ട് കണക്കാക്കി അത്തരത്തിൽ എടുക്കാവുന്നതാണ്. ഇത്തരം ചേഞ്ചസ് നമുക്ക് മരുന്നുകളിലും ഇൻസുലിനിലും വരുത്തേണ്ടതായിട്ട് ഉണ്ട്. ഇപ്പോൾ ടൈപ്പ് 1 പ്രമേഹ രോഗികളെ സംബന്ധിച്ച് ഇത്രയും പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഫാസ്റ്റിംഗ്, ഇത്രയും നീണ്ട സമയം ഭക്ഷണം വെള്ളവും ഇല്ലാത്ത ഒരു പീരീഡ് വരിക എന്ന് പറയുന്നത് അത് അവരെ ചിലപ്പോൾ ഡയബറ്റിക് കീറ്റോ എസിഡോസിസിലേക്ക് തള്ളിവിടാം. അത് ഒരു ഗുരുതര സ്വഭാവമുള്ള ഒരു പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളവരെ ഒക്കെ ഇതെടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാറാണ് പതിവ്. അതുപോലെ ഗർഭിണികളായ സ്ത്രീകൾ, പ്രത്യേകിച്ച് ഗർഭാവസ്ഥയും പ്രമേഹവും കൂടെ ഒരുമിച്ചുള്ള സ്ത്രീകൾ, അവരിൽ ജലാംശത്തിൻ്റെ കുറവ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. അതുപോലെ തന്നെ ഇത്ര നീണ്ട കാലയളവ് ഭക്ഷണം കഴിക്കാതിരിക്കലും ഒരു പ്രശ്നം സൃഷ്ടിക്കാം. അപ്പോൾ ഇവരിലൊക്കെ നമ്മളൊരു കോഷൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കെയർ ഇവരിൽ നമ്മൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള, ഇപ്പം നോയമ്പ് കാലങ്ങളിൽ ബ്ലഡ് ചെക്ക് ചെയ്യുക അല്ലെ ഷുഗർ പരിശോധിക്കാൻ എല്ലാവരും മടി കാണിക്കാറുണ്ട്. അതിന് ചില റിലീജിയസ് കാരണങ്ങളാണ് പറയപ്പെടുന്നത്. പക്ഷേ ചിലർക്ക് നമുക്കറിയാം ഷുഗറിൻ്റെ ഒരുപാട് ഏറ്റക്കുറച്ചുകൾ വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരിൽ ഒരു മാസം നിരന്തരം നമ്മൾ നോക്കാതെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പം ഡേഞ്ചറസ് ആവാം. കാരണം ഭക്ഷണക്രമം മാറുന്നു, ഉറക്കത്തിൻ്റെ തന്നെ ഒരു റിതം മാറിപ്പോകുന്നു, അതുപോലെ തന്നെ മരുന്നുകൾ നമ്മൾ അളവിൽ കുറയ്ക്കുന്നു എന്നൊക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ ഷുഗർ ക്രമാതീതമായിട്ട് കൂടിപ്പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ നോമ്പ് മുറിക്കുന്ന അവസരങ്ങളിൽ എങ്കിലും ഷുഗർ ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആഴ്ചയിൽ 1-2 തവണ ടെസ്റ്റ് ചെയ്യുക. കാരണം സ്വാഭാവികമായിട്ടുള്ള സാധാരണയായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ അല്ല നമ്മൾ കടന്നു പോകുന്നത്. ആ മാറ്റങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഷുഗർ ടെസ്റ്റിംഗ് ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ 1-2 തവണ, പ്രത്യേകിച്ച് പ്രായമുള്ളവർ, ഒന്നിലധികം മരുന്നുകൾ കഴിക്കുന്നവർ, ഇൻസുലിൻ ഉപയോഗിക്കുന്നവർ എന്നിവരിൽ ഈ ടെസ്റ്റിംഗ് അത്യാവശ്യമാണ്. രോഗവും കരൾ രോഗവും ഹൃദ്രോഗവും ഒക്കെ നല്ല രീതിയിലുള്ളവർ അല്ലെങ്കിൽ അത്തരം ഗുരുതര സ്വഭാവമുള്ള മറ്റ് അസുഖങ്ങളുള്ളവർ മുഴുവൻ നോമ്പുകാലവും ആചരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഏതാനും ദിവസങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ തൃപ്തിക്ക് വേണ്ടി അത് ചെയ്തുകൊണ്ട് മറ്റ് ദിവസങ്ങൾ സാധാരണയായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. വേറൊരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഇപ്പോൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ, പ്രമേഹത്തിൻ്റെ മരുന്നുകൾ എടുക്കുകയാണെങ്കിൽ സൾഫോനൈൽ യൂറിയാസ് എന്ന് പറയുന്ന ഗ്ലൈബെൻക്ലമൈഡ്, ഗ്ലൈക്ലസൈഡ് അങ്ങനെയൊക്കെ പേരുള്ള മരുന്നുകൾ, ഇവയെല്ലാം ഷുഗർ കുറഞ്ഞു പോകലിന് പ്രവണത ഉള്ള മരുന്നുകളാണ്. അപ്പോൾ ഈ ഷുഗർ കുറഞ്ഞു പോകുന്ന പ്രവണതയുള്ള മരുന്നുകൾ ഒരു പക്ഷേ നമുക്ക് അളവ് ഈ സന്ദർഭത്തിൽ കുറയ്ക്കേണ്ടി വരും. ചിലപ്പോൾ അവ ഒഴിവാക്കേണ്ടി തന്നെ വന്നേക്കാം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആ മരുന്നുകളുടെ അളവ് ചുരുക്കിക്കൊണ്ട് മറ്റ് ഷുഗറിൻ്റെ കുറയൽ അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ സൃഷ്ടിക്കാൻ സാധ്യത കുറവുള്ള മരുന്ന്, താരതമ്യേന കുറവുള്ള മരുന്നുകൾ പലതുമുണ്ട്. ആ മരുന്നുകൾക്കാണ് നമ്മൾ നോമ്പ് കാലത്ത് മുൻതൂക്കം കൊടുക്കുന്നത്. സമൂലമായിട്ട് നമുക്ക് ചിലപ്പോൾ പ്രിസ്ക്രിപ്ഷൻ മാറ്റാൻ പറ്റുകയില്ലായിരിക്കാം. കാരണം ഹൃദ്രോഗത്തിൻ്റെ മരുന്നുകളോ അല്ലെങ്കിൽ രക്താതിസമ്മർദ്ദത്തിൻ്റെ മരുന്നുകൾ, പ്രമേഹത്തിൻ്റെ മരുന്നുകൾ, ഇവയെല്ലാം നമുക്ക് ഭക്ഷണക്രമം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരാം. പക്ഷേ ഇത്തരം ഷുഗർ ക്രമാതീതമായി കുറയാൻ സാധ്യതയുള്ള മരുന്നുകൾ ചിലപ്പോൾ നമുക്കൊന്ന് മാറ്റി വെക്കേണ്ടി വരാം ഈ ഒരു മാസക്കാലത്തേക്ക്. അതിന് പകരമായിട്ട് കുറച്ചുകൂടെ സേഫായിട്ടുള്ള ഷുഗർ ശക്തമായി കുറയാൻ ഇടയില്ലാത്ത മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത്തരം ചില മാറ്റങ്ങൾ, സമഗ്രമായ ചില മാറ്റങ്ങൾ നമുക്ക് നോമ്പ് കാലത്തേക്ക് വരുത്തേണ്ടി വരാറുണ്ട്. നോമ്പ് കാലം കഴിഞ്ഞ് രോഗികൾ എത്തുമ്പോൾ മിക്കവാറും
പ്രമേഹ നിയന്ത്രണത്തിന് വലിയ ശക്തമായ കേടുപാടുകൾ വരാറില്ല. കാരണം ഒരു നീണ്ട ഫാസ്റ്റിംഗ് ഇടവേള ഇടയ്ക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ചുരുക്കം 1-2 കിലോ തൂക്കം കുറയുകയും ഷുഗർ ഒരുമാതിരിയൊക്കെ തന്നെ നിയന്ത്രണത്തിലാണ് എന്നാണ് നമ്മൾ കാണാറ്. അപ്പോൾ ഈ നോമ്പുകാലം വളരെ സുരക്ഷിതമായിട്ടും സന്തോഷമായിട്ടും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി.